ഹായ് ഡിയർ വൺസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് ബീഫ് കായ ഇട്ട് ഉലർത്തിയ ഒരു റെസിപ്പിയാണ്. അതിനാവശ്യമായ ചേരുവകൾ എന്തൊക്കെയെന്ന് നമുക്ക് കാണാം. 1/2 kg ബീഫ് ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരിച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് ഇട്ടിട്ട് പിന്നെ ഒരിച്ചിരി ഗരം മസാലയും ഇട്ട് പറ്റിച്ചു വെച്ചതാണ് ഇത്. 2 മീഡിയം സൈസ് സവാള, പിന്നെ ഇഞ്ചി ഒരു 2.5 to 3 ഇഞ്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 10 വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളിയാണ്. ഇഞ്ചി കണ്ടോ, ഇത് ഇത്രയാണ് ഞാൻ എടുത്തേക്കുന്നത്. പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് സവാള അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കുക. ഒരു ഇച്ചിരി കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. അത് ചെറുതായിട്ട് വഴണ്ട് കഴിയുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. അത് പെട്ടെന്ന് വഴലാൻ വേണ്ടിയാണ്. ഒരു ഇച്ചിരി നേരം കൂടി കഴിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 കളറ് വഴണ്ട് കഴിയുമ്പോൾ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു ടേബിൾ സ്പൂൺ ഹീപ്പായിട്ടുള്ള മല്ലിപ്പൊടി, ദെൻ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ദെൻ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു പച്ചമണം മാറുന്നവരെ ചെറിയ തീയിൽ വഴറ്റി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പറ്റിച്ചു വെച്ച ബീഫ് ഇട്ട് കൊടുക്കുക. ബീഫിന് നല്ല നെയ്യുള്ളപ്പോഴാണ് ഞാൻ ഈ പച്ചക്കായ ഇട്ട് ഉലർത്തുന്നത്. പച്ചക്കായ ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് പറ്റിച്ച് വെച്ചേക്കുക. അത് ഇതിൻ്റെ കൂടെ ഞാൻ ഇട്ട് കൊടുക്കും. ഇച്ചിരി ബോയിൽഡ് വാട്ടറും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അത് ഞാൻ ഇറച്ചി പാത്രം ഇടുന്ന അതിലേക്ക് ഇച്ചിരി ബോയിൽഡ് വാട്ടർ ഒഴിച്ചിട്ട് കഴുകി അതിലോട്ട് ഒഴിച്ചു വെച്ചു. അതെന്തിനാന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി ഒന്ന് ബൈൻഡ് ആവാൻ വേണ്ടിയാണ്. നമ്മൾ എന്നിട്ട് നന്നായിട്ട് ഇളക്കി തത്തിപ്പൊത്തി അടച്ച് വെച്ച് കുറച്ച് നേരം തീയിൽ വയ്ക്കുക. ഒരു 3 to 5 മിനിറ്റ്സ് കഴിയുമ്പോൾ നമ്മളത് തുറന്ന് വെച്ചിട്ട് നമ്മൾ ടേസ്റ്റ് നോക്കണം. അപ്പോൾ എന്തൊക്കെ ടേസ്റ്റ് കുറവുണ്ടോ അത് നമ്മൾ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൽ നോക്കിയപ്പോൾ ഒരു ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഒരു 2 നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തു. നന്നായിട്ട് ഇളക്കി ഒരു കുറച്ച് നേരം തുറന്ന് വെച്ചിട്ട് നമ്മൾ കായ കുഴഞ്ഞു പോകരുത്. നമ്മൾ സൂക്ഷിച്ച് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് അത് തുവർത്തി നന്നായിട്ട് വഴറ്റിയെടുക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക്. ഈ നെയ്യുള്ള ഇറച്ചി വരുമ്പോൾ നിങ്ങൾ ഇതുപോലെ കായയോ കൂർക്കയോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഉലർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഞാൻ ഗ്യാരണ്ടി പറയണം, ഒത്തിരി ടേസ്റ്റുള്ള കറിയാണിത്. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്യണം കേട്ടോ. ഫൈനലി കുറച്ച് കറിവേപ്പില കൈകൊണ്ട് തിരുമ്മി അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു. നമ്മുടെ ഇറച്ചി വിത്ത് കായ ഉലർത്തിയത് റെഡി ടു സെർവ്. സോ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായവർ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബൊക്കെ ചെയ്യണം, ഷെയറും ചെയ്യണം. കമൻറ്റ് ഇടണം കേട്ടോ. ഒരു പുതിയ നിയമമൊക്കെ വരുന്നതിൽ കമൻറ്റ്സ് ഇടണമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും കമൻറ്റ് ഇടണം യൂട്യൂബിൽ. പിന്നെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോവുമായിട്ട് നിങ്ങളുടെ മുമ്പിലും വരുന്നതായിരിക്കും. ലവ്ലി നസ്രത്ത്.